ആനന്ദം നൽകുന്ന സൗഹൃദ ദാമ്പത്യത്തിന് എന്തൊക്കെയാണ് നല്ല ചേരുവകൾ? പ്രസാദാത്മകമായ വൈകാരിക അനുഭവങ്ങൾ നിലനിർത്തുവാൻ ദമ്പതികൾ എന്തൊക്കെ ശ്രദ്ധ പുലർത്തണം? എല്ലാത്തരം വൈകാരിക അനുഭവങ്ങളെയും ആരോഗ്യകരമായി സമന്വയിപ്പിക്കുവാൻ ദമ്പതികൾ എന്തു ചെയ്യണം? മനസ്സിന്റെ വിവിധ തലങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന വൈകാരിക പ്രതികരണങ്ങൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അവ എങ്ങനെ വിവേകത്തോടെ കൈകാര്യം ചെയ്യണം? നിഷേധാത്മക വികാരങ്ങളിലെ ഊർജത്തെ നല്ല രീതിയിൽ ക്രിയാത്മകമാക്കുവാൻ ദമ്പതികൾ എങ്ങനെയാണ് പരിശീലിക്കേണ്ടത്? സ്വന്തം ജീവിത പങ്കാളിയുടെ വൈകാരിക തലങ്ങളിലെ ഏറ്റക്കുറച്ചിലുകൾ എങ്ങനെയാണ് വായിച്ചെടുക്കേണ്ടത്? വൈകാരിക ഭാവങ്ങളെ അടിച്ചമർത്താതെ പരസ്പരം നന്മയിൽ പൂർത്തീകരിക്കുവാൻ ദമ്പതികൾ എന്തു ചെയ്യണം? നല്ല സൗഹൃദ ദാമ്പത്യം വളർത്തിയെടുക്കുന്നതിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുടുംബ പ്രേക്ഷിത കേന്ദ്രം ഈ വർഷം ഒരുക്കുന്ന 12ാമത് ദമ്പതി കോൺഫറൻസ് ദമ്പതികളെ സഹായിക്കുന്നു. നല്ല ദാമ്പത്യത്തിലെ പ്രണയത്തെയും സൗഹൃദത്തെയും വളർത്താൻ ഉപകരിക്കുന്ന വൈകാരിക സമന്വയം സൗഹൃദ ദാമ്പത്യത്തിന് എന്ന വിഷയമാണ് ദമ്പതി കോൺഫറൻസ് ചർച്ച ചെയ്യുന്നത്. വേദി രാജഗിരി പബ്ലിക് സ്കൂൾ കളമശ്ശേരി. സമയം ഡിസംബർ 14 രാവിലെ 9:30. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മിഷണറി കപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ് മിനിസ്ട്രിയിലെ പ്രേക്ഷിത ദമ്പതികളും ഗ്രേസ് റിപ്പിൾസ് ദാമ്പത്യ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന ദമ്പതികളും സംഘാടനം നിർവഹിക്കുന്ന ദമ്പതി കോൺഫറൻസിലേക്ക് എല്ലാ ദമ്പതികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.